ശ്രീ ജലീൽ പുനലൂർ, എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് വിഷയത്തിൽ ഒരു തന്ത്രപരമായ മൗനത്തിലേക്ക് ഇടതും വലതും പോകുന്നത്? ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ എനിക്കും വളരെ അടുത്ത് പരിചയമുള്ള ഒരു പ്രമുഖ CPM നേതാവാണ്. എവിടെ എന്തെങ്കിലുമൊക്കെ മാനവികതയില്ലാത്ത എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ അപ്പം ഫേസ്ബുക്ക് വാളിൽ പ്രതികരിക്കുന്ന ആ മനുഷ്യൻ ഒരൊറ്റ അക്ഷരം ബംഗ്ലാദേശ് വിഷയം ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ആരും. എന്തുകൊണ്ടാണ്? അല്ല, ആരും പ്രതികരിച്ചില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് മറുപടി പറയൽ എൻ്റെ ബാധ്യതയല്ല. പക്ഷേ ഞാൻ പ്രതികരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനകത്ത് നേതൃത്വം നൽകുന്ന CPIM-ൻ്റെയും CPI-യുടെയും പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നടക്കുന്ന ന്യൂനപക്ഷ ധ്വംസനത്തിനെതിരായിട്ട് ധാക്ക തെരുവുകളെ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രകടനം നിരവധി പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. രാജ്യത്തും വിദേശത്തുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള മനുഷ്യത്വപരമായ നിലപാട് ലോക പ്രശംസ നേടിയിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് മുമ്പ് ഇവിടെ 2 പ്രതിനിധികൾ BJP-യുടെ പ്രസംഗിച്ചു. എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം BJP-യുടെ പ്രതിനിധികൾ ഇത്രത്തോളം വിശ്വമാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഒക്കെ മഹാഗീതങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വലിയ മനസ്സുകളുടെ ഉടമയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. വലിയ സന്തോഷമുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നും 4000 കിലോമീറ്റർ അകലെ ബംഗ്ലാദേശ് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ന്യൂനപക്ഷ ധ്വംസനത്തിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനും നിങ്ങളും അടക്കുന്ന ഇന്ത്യക്കാർക്ക് അഥവാ ഭാരതീയർക്ക് ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാനുള്ള അവകാശം എത്രത്തോളം ഉണ്ട് എന്ന് നാം സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കണം. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. റഹീം അവിടെ പോയില്ല എന്നുള്ളതാണ് ഒരു വലിയ അപരാധമായിട്ട് BJP പ്രതി ഉയർത്തിക്കാട്ടുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ഹിന്ദുക്കളുടെയും മൊത്തക്കുത്തക ഏറ്റെടുത്ത സംഘടനകൾ. ആ സംഘടനയുടെ എത്ര പ്രതിനിധികളാണ് ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെട്ട ഹതഭാഗ്യരായ ഹൈന്ദവ സഹോദരങ്ങളുടെ അടുത്തെത്തിയതെന്ന് എനിക്കറിയില്ല. BJP-യുടെ നേതാക്കൾ എത്ര പേരാണ് അവിടെ പോയതെന്ന് എനിക്കറിയില്ല. എന്ന് മാത്രമല്ല, ഒരു അഴകുഴമ്പൻ പ്രസ്താവനയ്ക്ക് അപ്പുറം BJP-യുടെ ദേശീയ കമ്മിറ്റിയോ ഉത്തരവാദിത്തപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ RSS-കാരനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയോ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ച് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കും അജ്ഞാതമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, മത തീവ്രവാദം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശാപമാണ്. അത് ബംഗ്ലാദേശിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും പാകിസ്ഥാനിലായാലും ഇന്ത്യയിലായാലും കേരളത്തിലായാലും മതവർഗീയ തീവ്രവാദം മനുഷ്യത്വഹീനമായ ഒരു പ്രവൃത്തിയാണ്. തീവ്രവാദികൾ മനുഷ്യവർഗത്തിൽപ്പെട്ടവരല്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത്തരം വിഷയങ്ങളിൽ വർത്തമാനകാല ഇന്ത്യക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടനയും ഒരു ജനാധിപത്യ സംവിധാനവും ഒരു ഭരണകൂടവും ഉണ്ടായിരുന്ന ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിരുന്നു. എന്നാൽ മത തീവ്രവാദികൾ ശക്തിപ്പെടുകയും മതത്തിൻ്റെ പേരിൽ സംഘടിക്കുന്ന ശക്തികൾക്ക് അധികാരം ലഭിക്കുകയും ചെയ്താൽ ആ നാട്ടിലെ മനുഷ്യർക്കുണ്ടാകുന്ന ഏറ്റവും ദുരന്തപൂർണമായ ഒരവസ്ഥയ്ക്കാണ് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കുന്നത്. സമാനമായിട്ട് ഞാൻ പറയുന്നു, ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയും ഏറ്റവും നല്ല നീതിന്യായ വ്യവസ്ഥയും ഏറ്റവും നല്ല ഭരണ സംവിധാനവും ഉണ്ട് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തും നമ്മുടെ ഭരണഘടനയും നമ്മുടെ നിയമ വ്യവസ്ഥയും ഒക്കെ അട്ടിമറിക്കപ്പെട്ടാൽ, മത തീവ്രവാദത്തിന് നമ്മൾ അടിമപ്പെട്ടാൽ, അത് ഭൂരിപക്ഷ തീവ്രവാദത്തിനായാലും ന്യൂനപക്ഷ തീവ്രവാദത്തിനായാലും അടിമപ്പെട്ടാൽ ഭാരതത്തെയും മഹത്തായ ഇന്ത്യയും ഒക്കെ കാത്തിരിക്കുന്നത് മറ്റൊരു ബംഗ്ലാദേശ് ആയിരിക്കുമെന്നുള്ള ശക്തമായ ഒരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത്.